നിക്ഷേപ അവസരങ്ങളുമായി ഒമാൻ. നിക്ഷേപകരെ ആകർഷിക്കാൻ ഗോൾഡൻ റെസിഡൻസി വിസ നിലവിൽ വന്നു. വിദേശ നിക്ഷേപകരെ കൂടുതൽ ആകർഷിക്കാനും ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് ഒമാൻ ഗോൾഡൻ റെസിഡൻസി വിസ പദ്ധതിക്ക് തുടക്കമിട്ടത്. 2025 ഓഗസ്റ്റ് 31 വാണിജ്യ വ്യവസായ നിക്ഷേപക പ്രോത്സാഹന മന്ത്രാലയമാണ് ഈ പദ്ധതിക്ക് തുടക്കമിടുക. ആഗോള നിക്ഷേപകർക്ക് മുൻഗണന നൽകുന്ന രാജ്യമായി ഒമാനെ മാറ്റിയെടുക്കുകയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. നിക്ഷേപകർക്ക് ഉയർന്ന നിലവാരമുള്ളതും ദീർഘകാലത്തേക്കുള്ള വളർച്ചയും സ്ഥിരതയും ഉറപ്പു നൽകുന്നതുമായ ഒരു സുസ്ഥിര ബിസിനസ് അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രാലയത്തിലെ ആസൂത്രണ വിഭാഗം ഡയറക്ടർ ജനറൽ മുബാറക് ബിൻ മുഹമ്മദ് അൽ ദൗഹാനി പറഞ്ഞു. പുതിയ ഗോൾഡൻ റെസിഡൻസി വിസ പദ്ധതിക്ക് കീഴിൽ നിക്ഷേപകരെ അവരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് 2 പ്രധാന വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്നാം വിഭാഗത്തിൽ വരുന്നവർക്ക് 10 വർഷത്തെ താമസ അനുമതിയാണ് ലഭിക്കുക. ഇതിനായി കുറഞ്ഞത് 5 ലക്ഷം ഒമാനി റിയാൽ, അതായത് ഏകദേശം 1.08 കോടി ഇന്ത്യൻ രൂപ മൂല്യമുള്ള നിക്ഷേപം ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, പൊതു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അല്ലെങ്കിൽ സർക്കാർ ബോണ്ടുകളിൽ നടത്തണം. അല്ലെങ്കിൽ ഇതേ തുകയ്ക്ക് ഒമാനിൽ ഒരു വസ്തു വാങ്ങുകയോ കുറഞ്ഞത് 50 ഒമാനി പൗരന്മാർക്ക് ജോലി നൽകുന്ന ഒരു സ്ഥാപനം തുടങ്ങുകയോ വേണം. ഈ വിഭാഗത്തിലുള്ള വിസയുടെ ഫീസ് 551 ഒമാനി റിയാലാണ്. അതേസമയം രണ്ടാം വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് 5 വർഷത്തെ താമസ അനുമതിയാണ് ലഭിക്കുന്നത്. ഇവർക്ക് കുറഞ്ഞത് 2.5 ലക്ഷം ഒമാനി റിയാൽ, അതായത് ഏകദേശം 54 ലക്ഷം ഇന്ത്യൻ രൂപ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയിലോ പൊതു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലോ നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഇതേ തുകയ്ക്ക് ഒമാനിൽ ഒരു വസ്തു വാങ്ങുകയോ ചെയ്യാം. ഈ വിസയ്ക്ക് വേണ്ട ഫീസ് 326 ഒമാനി റിയാലാണ്. ഈ 2 വിഭാഗങ്ങളിലെയും വിസ കാലാവധി പിന്നീട് പുതുക്കാൻ സാധിക്കുന്നതാണ്. ഇത് നിക്ഷേപകർക്ക് ഒമാനിൽ ദീർഘകാലം താമസിക്കാനുള്ള അവസരം നൽകുന്നു. ഈ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 5 വർഷത്തെ വിസ കാലാവധിയാണ് ലഭിക്കുന്നത്. ഇത് പിന്നീട് പുതുക്കാൻ സാധിക്കുന്നതാണ്. ഈ വിസയ്ക്ക് വേണ്ട ഫീസ് 326 ഒമാനി റിയാലാണ്. പുതിയ പദ്ധതിക്ക് കീഴിൽ ഇൻവെസ്റ്റ് ഒമാൻ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഒമാനിൽ നിലവിൽ താമസിക്കുന്ന വിദേശികൾക്ക് മാസം 4000 ഒമാനി റിയാലിൽ കുറയാത്ത സ്ഥിര വരുമാനമുണ്ടെങ്കിൽ വിരമിക്കാൻ സാധിക്കുന്ന ഒരു ദീർഘകാല റെസിഡൻസി വിസയും ലഭിക്കും. കൂടാതെ മജീദ് കമ്പനീസ് സംരംഭവും ഇൻവെസ്റ്റ് ഒമാൻ പ്ലാറ്റ്ഫോം വഴി വാണിജ്യ രജിസ്ട്രേഷൻ ഉടമസ്ഥാവകാശം കൈമാറുന്നതിനുള്ള ഇലക്ട്രോണിക് സംവിധാനവും അവതരിപ്പിക്കാൻ ഒമാൻ പദ്ധതിയിടുന്നതായി ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അന്താരാഷ്ട്ര നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി ഒമാൻ നടപ്പാക്കിയ ഗോൾഡൻ റെസിഡൻസി വിസ പദ്ധതി ഗൾഫ് രാജ്യങ്ങളിലെ വിസ നയങ്ങളിൽ ഒരു പുതിയ അധ്യായം തന്നെ കുറിക്കുകയാണ്. സുരക്ഷിതത്വവും സുസ്ഥിരവുമായ ഒരു സാമ്പത്തിക അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിലൂടെ ഒമാന്റെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനും എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഈ പദ്ധതി സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UAE, ഖത്തർ, സൗദി അറേബ്യ, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ സമാനമായ വിസ നയങ്ങൾ അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് ഒമാന്റെയും ഈ നീക്കം. ഇത് മേഖലയിലെ സാമ്പത്തിക മത്സരം വർദ്ധിപ്പിക്കുകയും നിക്ഷേപകർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നു. പുതിയ നയമനുസരിച്ച് ഒമാനിൽ നിശ്ചിത മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നിക്ഷേപം നടത്തുന്നവർക്ക് ദീർഘകാല താമസ അനുമതിയാണ് ലഭിക്കുക. റിയൽ എസ്റ്റേറ്റ്, വ്യവസായ മേഖല, സർക്കാർ ബോണ്ടുകൾ എന്നിവയിലെ നിക്ഷേപങ്ങൾക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. ഇതിനെ 2 പ്രധാന തട്ടുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്നാം വിഭാഗത്തിലെ നിക്ഷേപകർക്ക് കൂടുതൽ മൂല്യമുള്ള നിക്ഷേപം നടത്തേണ്ടി വരും. ഇത് അവർക്ക് 10 വർഷത്തെ വിസ കാലാവധി നൽകും. രണ്ടാം വിഭാഗത്തിൽപ്പെട്ടവർക്ക് താരതമ്യേന കുറഞ്ഞ നിക്ഷേപം മതി. അവർക്ക് 5 വർഷത്തെ വിസയാണ് ലഭിക്കുക. ഈ വിസകൾ പിന്നീട് പുതുക്കാൻ സാധിക്കുന്നതാണ്. ഇത് നിക്ഷേപകർക്ക് ഒമാനിൽ ദീർഘകാലം താമസിക്കാനും തങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കാനും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു. ഒമാനിലെ നിക്ഷേപ സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന മറ്റു നയങ്ങളും ഈ വിസയുമായി ബന്ധപ്പെട്ട് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇൻവെസ്റ്റ് ഒമാൻ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി വളരെ വേഗത്തിൽ നിക്ഷേപം നടത്താനും വാണിജ്യ രജിസ്ട്രേഷൻ കൈമാറാനുമുള്ള സൗകര്യം ഒരുക്കിയത് ബിസിനസ് നടപടികൾ ലളിതമാക്കാൻ സഹായിക്കുന്നു. കൂടാതെ മജീദ് കമ്പനീസ് എന്ന പുതിയ സംരംഭവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിലും ഇത് ബിസിനസ് സ്ഥാപനങ്ങൾക്കും നിക്ഷേപകർക്കും അനുകൂലമായ ഒരു പുതിയ നയമാകാനാണ് സാധ്യത. ഈ പുതിയ വിസ നയം ഒമാന്റെ സാമ്പത്തിക ഭാവിയെ ഒരുപാട് മുന്നോട്ട് നയിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ലോകമെമ്പാടുമുള്ള നിക്ഷേപകരെ ആകർഷിക്കുന്നതിലൂടെ ഒമാൻ ഗൾഫ് മേഖലയിലെ ഒരു പ്രമുഖ സാമ്പത്തിക ശക്തിയായി ഉയർന്നു വരാനുള്ള സാധ്യതകളും വർദ്ധിക്കുന്നുണ്ട്.
പ്രത്യേകിച്ചും ഒമാന്റെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, ആധുനിക തുറമുഖങ്ങൾ, വികസിത അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഈ നിക്ഷേപകർക്ക് വലിയ അവസരങ്ങൾ നൽകും. ചുരുക്കത്തിൽ ഒമാൻ പുതിയൊരു സാമ്പത്തിക യുഗത്തിലേക്ക് കാലെടുത്തു വെക്കുന്നതിന്റെ സൂചനയാണ് ഈ ഗോൾഡൻ റെസിഡൻസി വിസ. ഇത് നിക്ഷേപകരെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ചുവടുവയ്പ്പാണ്.